വൈകിട്ട് 7 മണിക്ക് മുമ്പുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നതാണ് പൂരം. സാദാ ഇഡ്ഡലി, രാമശ്ശേരി ഇഡ്ഡലി, രസവട, സേമിയ കേസരി, അത് കഴിഞ്ഞിട്ട് തട്ട് ദോശ, പൊടി റോസ്റ്റ്, പ്ലെയിൻ റോസ്റ്റ്, നെയ് റോസ്റ്റ്. 7 മണിക്ക് കട തുറന്ന് അങ്ങ് ദോശക്കല്ല് ചൂടായ പിന്നെ അങ്ങോട്ട് ജഗവുകയാണ്, വല്ലാത്തൊരു ജഗവുക. ഈ പൊടി ഇഡ്ഡലി എന്തൊക്കെയാണ്, നമുക്ക് എത്ര പീസ് അങ്ങനെ? പൊടി ഇഡ്ഡലി എന്ന് പറയുന്ന ഒരു പ്ലേറ്റിൽ 10 പീസാണ് വരുന്നത്. 50 റുപ്പീസ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഈ പൊടിയാണ്. പിന്നെ സാമ്പാർ ഇഡ്ഡലി അതുപോലെ ഇനി ഇഡ്ഡലി 10 പീസാണ്. ആഴ്ചയിൽ ഒരു ദിവസം ചില്ലി ഇഡ്ഡലി ഉണ്ടാവും. രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറയുന്നത് 2 പീസാണ്. ഫ്ലാറ്റ് ഇഡ്ഡലി എന്ന് പറയും. അത് നമ്മൾ വാഴയില മാറ്റി അതിൽ നെയ്യ് പുരട്ടിയിട്ട് അതിൽ പൊടിയും കൂടെ ഇട്ട് ആഡ് ചെയ്ത് കറി അടക്കം നമ്മൾ കൊടുക്കുന്നത്. പ്ലേറ്റ് 2 പീസ് വരുന്നത് 60 റുപ്പീസ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ചട്നി ഐറ്റം എന്തൊക്കെയാണ്? സെയിം ഐറ്റം ചട്നി നമ്മൾ ഇതിൻ്റെ കൂടെ കറിയായിട്ട് നമ്മൾ സെർവ് ചെയ്യുന്നത് സാമ്പാർ, തേങ്ങാ ചട്നി, മുളക് ചമ്മന്തി. ചട്നി ഐറ്റം ഇത് 3ആണ് കൊടുക്കുന്നത്. ഇത് പൊടി ഇഡ്ഡലിയും കട്ടനും പേരാൻ കാരണം, എന്നുള്ള പേര് വരാൻ കാരണം കസ്റ്റമേഴ്സ് ഇതിന്റെ കൂടെ കുടിക്കാൻ ചായയോ കോഫി എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാന്ന് പറഞ്ഞൊരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഇവിടെ ഉള്ള സൗകര്യത്തിന് നമുക്ക് പെട്ടെന്ന് ഇതും മാനേജ് ചെയ്യണം, കസ്റ്റമേഴ്സിനെ കൊടുക്കാനും പറ്റണം. ആ ഒരു സംവിധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഒരു ഗ്ലാസ് ഒപ്പിച്ച് കട്ടൻ മാത്രം ആക്കിയത്. അതാകുമ്പോൾ എളുപ്പം എടുത്ത് കൊടുക്കാൻ പറ്റും. കട്ടനല്ലേ കാപ്പിയോ? ബ്ലാക്ക് കോഫി. ബ്ലാക്ക് കോഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രൂ ഇട്ട് എടുക്കുന്നതല്ല. കുംഭകോണം മോഹൻ കോഫി, ഫിൽറ്റർ കോഫി കേട്ടിട്ടില്ലേ? അതിന്റെ ഒറിജിനൽ ഫിൽറ്റർ ഡിക്കാഷൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നോർമലി ബ്രൂ ഇടുന്നതിനെക്കാട്ടിലും ബെറ്റർ ടേസ്റ്റ് ആയിരിക്കും ഇത്. ഈ നമ്മൾ തുടങ്ങിയിട്ട് എത്ര വർഷം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്? ആൾമോസ്റ്റ് 3 years ആയി. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ ഞാൻ അമ്പലത്തിൽ ശാന്തിയായിരുന്നു. അത് 22 കൊല്ലം പൂജാരി ആയിരുന്നു. അതെല്ലാം നിർത്തിയിട്ടാണ് അവള് നിർബന്ധിച്ചപ്പോഴത്തേക്ക് ഇത് തന്നെ മതിയെന്ന് വെച്ചു. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ സിഗ്നേച്ചർ ഐറ്റം എന്ന് പറയുന്നത് സേമിയ കേസരിയാണ്. അതിപ്പോൾ ട്രെൻഡായി മാറിക്കൊണ്ടിരുന്നൊക്കെയാണ് ഇവിടെ. എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് കേസരി. തരാം, എടുത്ത് തരാം. ഇതിന്റെ തേൻ ഉപയോഗിക്കുന്നതിന് തേനൊന്നുമല്ല, സേമിയ, ഷുഗർ, ഗീ, പിന്നെ ഫ്ലേവറിന് ചെറിയ ഏലക്ക. പിന്നെ ഞാൻ ഇടുന്നത് ഒറിജിനൽ ഫ്രൂട്ട്സ് ആണ്. പൈനാപ്പിൾ, മാംഗോ, ഇല്ല വരിക്കച്ചക്ക ഏതെങ്കിലും കിട്ടിയ ഫ്രൂട്ട്സ് കട്ട് ചെയ്താണ് ഇടുന്നത്. ഈ മധുരപ്രേമികൾ വന്നു കഴിഞ്ഞുണ്ടല്ലോ, മസ്റ്റ് ട്രൈ ആയിട്ട് കേട്ടോ. മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ പൊളിച്ച്. ഈ ചെറിയ ഇഡ്ഡലി 10 പീസായിട്ട് വരുന്നത്. 10 പീസ് പറഞ്ഞാൽ സാമ്പാർ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് വരും. ചേച്ചി കുംഭകോണത്താണ്, ചേട്ടൻ മലയാളിയാണ്. അപ്പോൾ ഈ തമിഴ്നാട് ടച്ച് ഉണ്ട്, അതോടൊപ്പം തന്നെ നല്ല മലയാളി ടച്ചും ഉണ്ട്. അതായത് പൊടി ഇഡ്ഡലി ഇതാ നല്ല പൊടി മിക്സ് ചെയ്ത് നല്ല ചമ്മന്തിയും സാമ്പാറും മുളക് ചമ്മന്തിയും. സാമ്പാറിനേക്കാളും ഇടും പൊടി ഇഡ്ഡലി. ഇനി രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ വണ്ടി പിടിച്ച് നിങ്ങൾ പാലക്കാട്ടേക്ക് പോകണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി. പിന്നെ ദോശ 5 തരം വെറൈറ്റി ദോശകളുണ്ട്, അതുപോലെ തന്നെ 5 തരം വെറൈറ്റി ഇഡ്ഡലികളുണ്ട്. അപ്പം എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം തൊട്ടടുത്ത് കുതിരമാളിക നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ കട. പൊടി ഇഡ്ഡലിയും കട്ടനും വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫുഡ് കഴിക്കാം. അതൊക്കെ പോട്ടെ, വീണ്ടും പാക്കണം. ബൈ.